വൺ ഡേ വ്യൂസ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസം മണിക്കുട്ടിയുടെ വീഡിയോ ഇടാത്ത കാരണേ അവൾക്ക് കുറച്ച് വയ്യായിക ഉണ്ടായിരുന്നു. സ്റ്റിച്ച് ഒരു സർജറി കഴിഞ്ഞ് 4ന്റെ അന്നായപ്പോൾ സ്റ്റിച്ച് അങ്ങ് വിട്ട് അങ്ങനെ വീണ്ടും കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്ത്. പക്ഷെ അത് പിറ്റേന്നായപ്പം വീണ്ടും ആ സ്റ്റിച്ച് അങ്ങ് വിട്ടുപോയി. അങ്ങനെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞ് ഡോക്ടർ കൊണ്ടു ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അവൾക്ക് സ്റ്റിച്ചിൻ്റെ അലർജി ഉള്ളതുകൊണ്ട് സ്റ്റിച്ച് അതായിരിക്കും കാരണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നൈലോണിൻ്റെ സ്റ്റിച്ചിട്ട് ഞാൻ പറഞ്ഞിവിടെ ഒരുങ്ങിയതാ. അപ്പോഴും കാണാൻ അവൾ പെട്ടെന്ന് ഞാൻ കാലെടുത്ത് പിടയ്ക്ക് ചെയ്തപ്പോഴത്തെ ആ സ്റ്റിച്ചും അങ്ങ് പൊട്ടി. അങ്ങനെ പിന്നെ ഡോക്ടർ ഒരു ബാൻഡേജ് വെച്ച് ഒട്ടിച്ചൊക്കെ തന്ന് പിന്നെ 4 ഇഞ്ചക്ഷൻ എടുത്ത്. ഇന്നിപ്പോൾ പുള്ളിക്കാരിക്ക് പനി വരാതിരിക്കാൻ, പുഴുവിൻ്റെ ഉണ്ടാവാതിരിക്കാൻ, പിന്നെ ഭക്ഷണവും കഴിക്കുന്നില്ല. 2 ദിവസം കൊണ്ട് ആള് ഭക്ഷണവും കഴിക്കുന്നില്ലായിരുന്നു. വലിയ പാട്. ഒരു നേരം അങ്ങനെ ഒരു ഇച്ചിരി മീന അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഇറച്ചി കൊടുത്താൽ കഴിക്കും. ആ ഒരു സിറ്റുവേഷനായിരുന്നു. അപ്പം അതെല്ലാം പറഞ്ഞ് ഡോക്ടർ കാണിച്ചു. അപ്പം അതിന് 3-4 എല്ലാത്തിനോട് ചേർത്ത് 3-4 ഇഞ്ചക്ഷനും പിന്നെ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ മാറ്റി തന്ന്. അപ്പം പുതിയ ഗുളിക അത് തന്നിട്ടുണ്ട്, അത് കൊടുക്കാൻ പറഞ്ഞു. ഇന്നിപ്പം ഉച്ചയ്ക്ക് ഒരു ശകലം ചോറും കഴിച്ച് പിന്നെ കുറച്ച് വെള്ളവും കുടിച്ച്. വെള്ളമൊന്നും കുടിക്കുന്നില്ലായിരുന്നു 2 ദിവസം കൊണ്ട്. വലിയ പാട്. നമ്മൾ സിറിഞ്ചിൽ കഴിച്ചു കൊടുക്കുമ്പം വലിയ പാടുകൊണ്ടാണ് കുടിക്കുന്നത്. ഒരിത്തിരി കുടിച്ചിട്ട് അപ്പോഴേ അങ്ങ് മാറുമായിരുന്നു. അങ്ങനെ ഇന്നിപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ഇത്തിരി ചോറ് കഴിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് വെള്ളവും കുടിച്ച്. എന്നിട്ടിപ്പോൾ നല്ല ക്ഷീണമുണ്ട് പുള്ളിക്കാരിക്ക്. ഇവളുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവള് സൈലന്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ അവളുടെ ആ സഹോദരങ്ങളെയും അമ്മേനെയും വിട്ടിട്ട് വന്നതിൻ്റെ ആ ഒരു മെന്റൽ ഡിപ്രഷൻ പോലെ അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഇവക്ക്. അതുകൊണ്ട് ഒന്നിലും ആക്റ്റീവ് അല്ല. നമ്മൾ വിളിച്ചാലൊന്നും വലുതായിട്ടൊന്നും പ്രതികരിക്കത്തില്ല. ഇപ്പം നോക്കിക്കോണേ മണിക്കുട്ടി ഉണ്ട്, ഉറക്കോ അയാള്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ണു തുറന്ന് നോക്കുമെന്നല്ലാതെ അവളങ്ങനെ അധികം ആക്റ്റീവ് ആവുന്നില്ല. ഡോക്ടർ തന്നെ ഇന്ന് പറഞ്ഞ് ഇത് പിന്നെ കൂട്ടത്തിൽ നിന്ന് പെട്ടെന്ന് പിരിഞ്ഞതല്ലേ, അപ്പോഴത്തേക്ക് ആ ഒരു വിഷമം നല്ല രീതിയിലുണ്ട്. അതൊരു വശത്താണ്. അതുകൊണ്ടാണ് മെയിനായിട്ട് അവളിങ്ങനെ എണീക്കാതൊക്കെ ഇരിക്കുന്നത്. ഇവക്ക് സ്റ്റിച്ച് ഇടാനായിട്ട് 4ന്റെ അന്ന് വീണ്ടും പോയായിരുന്നു. അപ്പോൾ അന്ന് ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ വലത്തെ കയ്യിലെ ഫ്രാക്ചർ അത് ഓക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരേ കിടത്തയാണ്. ക്ഷീണം, നല്ല രീതിയിൽ ക്ഷീണമുണ്ട്. 2 ദിവസം ഫുഡ് കഴിക്കാതിരുന്നതിന് നല്ല ക്ഷീണമുണ്ട്. നിർബന്ധിച്ചൊക്കെ ഇത്തിരി പാല് കുടിപ്പിക്കുകയായിരുന്നു, വെള്ളമൊക്കെ എടുക്കാതിരുന്നത്. അപ്പോൾ അതിൻ്റെ ക്ഷീണമുണ്ട്. നമ്മൾ ശ്രമിക്കുന്നുണ്ട് മാക്സിമം അതിനെ ശരിയാക്കി കൊണ്ടുവരാൻ വേണ്ടി. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. അറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഡോക്ടറെ നമ്മൾ നിരന്തരം കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. സൺഡേ ആയാലും ഡോക്ടർ നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ ഹോസ്പിറ്റൽ അടുത്തതായതുകൊണ്ടും പ്രശ്നമില്ല. നല്ലൊരു ഡോക്ടറുമാണ് പുള്ളിക്കാരൻ. അപ്പം നമ്മളെ കഴിയുന്നത് ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കൈ. മുറിവ് ഉണങ്ങണം. അതിങ്ങനെ വിടർന്ന് തന്നെ ഇരിക്കുകയാണ്. അതിനകത്തുനിന്ന് ഫ്ലൂയിഡ് പോലെ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുറേ മരുന്നും പൊടിയും എന്തൊക്കെയോ ഇട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് അന്നേരം തന്നെ പകുതി വിട്ട്, പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ നിന്നില്ല, പിന്നെ ബാൻഡേജ് ഒട്ടിച്ചത് അങ്ങനെ റെഡിയാക്കി വിട്ടിട്ടുണ്ട്. ഇനി ദൈവത്തിൻ്റെ കയ്യിൽ. ഫുഡും കഴിച്ച് വന്ന് എണീറ്റത് നിന്നെങ്കിൽ മതിയായിരുന്നു. എണീറ്റ് നിൽക്കാൻ അതിന് ആവതില്ല. അത് മാനസികമായിട്ട് തളർന്നു പോയി. അതിൻ്റെ സഹോദരങ്ങളെയും അമ്മേനെയും കാണാൻ പറ്റാഞ്ഞ്. അപ്പോൾ ഈ കണ്ടീഷനിൽ നമുക്ക് അതിനെ അവിടെ കൊണ്ട് ഇടാനും പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് ചോദിച്ച് ഇവളെ ഒന്ന് ജസ്റ്റ് കൊണ്ടുപോയി അമ്മയുടെ അടുത്തൊന്ന് കൊണ്ടുപോയി കാണിക്കട്ടോ എന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇപ്പം വേണ്ട, അത് കൂടുതൽ പ്രശ്നമാവത്തുള്ളൂ. പിന്നെ കാണിച്ചിട്ട് വീണ്ടും എടുത്തുകൊണ്ട് വരുമ്പം ചിലപ്പോൾ അത് വീണ്ടും പ്രശ്നം കൂടത്തേയുള്ളൂ. എന്തായാലും 2 ദിവസം, കുറച്ച് ദിവസം ഒന്ന് ക്ഷമിക്കാൻ പറഞ്ഞിരിക്കുക. ഡോക്ടർ ഓക്കെ ആക്കി തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. അപ്പോൾ ഇവളുടെ അപ്ഡേഷൻ മാക്സിമം ഇടാൻ ശ്രമിക്കുക. ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മളും ചെയ്യുന്നുണ്ട്. അടുത്ത് വന്നിരുന്നാലും അത് അങ്ങനെ കണ്ണു തുറന്നിരിക്കുന്നില്ല. അങ്ങ് മയങ്ങുക, തളർന്നു പോവുക. അത് ഇന്നിപ്പോൾ ഇഞ്ചക്ഷനൊക്കെ കുറേ എടുത്തില്ലേ. അത് പിന്നെ സ്റ്റിച്ച് വീണ്ടും ഇട്ട് 3ാമത്തെ തവണയാണ് സ്റ്റിച്ച് ഇടുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് താങ്ങാൻ വയ്യ, കഷ്ടം. എപ്പോഴും ഇതിനായി ഫുഡൊന്നും കഴിക്കാത്ത കാരണം മയക്കാനും പറ്റത്തില്ല, മയക്ക് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ പറ്റത്തില്ല. അപ്പോൾ കുറേ അനുഭവിക്കാത്, കഷ്ടം തന്നെ. അപ്പോൾ അപ്ഡേഷൻ ഇട്ടേക്കാം. എല്ലാവർക്കും ബൈ.